ബാങ്ക് കൊള്ളയടിക്കാൻ ഒരു ക്ലൗണിന്റെ വേഷം കെട്ടിയെത്തിയ അവനോട് ബാങ്ക് അടച്ചെന്ന് പറഞ്ഞ് സെക്യൂരിറ്റി ഗാർഡ് തടഞ്ഞെങ്കിലും നെഞ്ചിലെ ബോംബ് കാണിച്ച് തോക്കു ചൂണ്ടിയതോടെ ഗാർഡ് കീഴടങ്ങി. ഗാർഡിന്റെ തോക്കും വാങ്ങി അയാളെയും കൂട്ടി അകത്തു കയറി റോബറി പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരും ഇതൊരു തമാശയായി കണ്ട് പുഞ്ചിരിച്ചതേയുള്ളൂ. എന്നാൽ റോബർ മേൽക്കൂരയിലേക്ക് 2 തവണ വെടിവെച്ചതോടെയാണ് സംഭവം സത്യമാണെന്ന് ബോധ്യമായി ആളുകൾ നിലവിളിച്ചുകൊണ്ട് തറയിലിരുന്നതും മാനേജർ സൈലന്റ് അലാറം അടിച്ചതും. എല്ലാവരോടും അനങ്ങരുതെന്ന് ഭീഷണിപ്പെടുത്തി ഒരു വളർത്തുനായ്ക്ക് നേരെ വരെ തോക്കു ചൂണ്ടി ശാന്തത വരുത്തിയ ശേഷം അയാൾ കൗണ്ടറിലേക്ക് ബാഗ് എറിഞ്ഞ് പണം നിറയ്ക്കാൻ ആവശ്യപ്പെട്ടു. ആ സമയത്ത് തനിക്ക് ഡെപ്പോസിറ്റ് സ്ലിപ്പ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് ബഹളം വെച്ച കസ്റ്റമർക്ക് ആദ്യം റെസിപ്റ്റ് നൽകാൻ റോബർ ബാങ്ക് ജീവനക്കാരനോട് മാന്യമായി ആവശ്യപ്പെട്ടു. അതിനുശേഷമാണ് പണം വാങ്ങിയത്. തുടർന്ന് ഗാർഡിന്റെ തന്നെ സഹായത്തോടെ എല്ലാവരെയും വോൾട്ടിനുള്ളിലാക്കി പൂട്ടിയപ്പോഴേക്കും വിവരമറിഞ്ഞ് പോലീസും സ്നൈപ്പർമാരും ജനക്കൂട്ടവും ബാങ്കിന് ചുറ്റും തടിച്ചുകൂടിയിരുന്നു. മാനേജരെ കൊണ്ട് പോലീസ് ചീഫിനെ ഫോൺ വിളിപ്പിച്ച റോബർ താൻ ബാങ്ക് തകർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെങ്കിലും ചീഫ് അത് വിശ്വസിക്കാതെ ജനാലയിലൂടെ തന്ത്രപരമായി അകത്തുകയറാൻ ടീമിന് നിർദ്ദേശം നൽകി. അവിടെയും മറ്റൊരു ബോംബ് വെച്ചിട്ടുണ്ടെന്ന റോബറുടെ മുന്നറിയിപ്പിൽ ചീഫ് ഓപ്പറേഷൻ മാറ്റിവെച്ചതോടെ ജനക്കൂട്ടം കൂവി വിളിച്ചു. ഒടുവിൽ ചർച്ചയ്ക്ക് തയ്യാറായ ചീഫിനോട് ഇന്ധനം നിറഞ്ഞ ബസ്, മോട്ടോർ സൈക്കിൾ, വലിയ ട്രക്ക്, 2 ഹെലികോപ്റ്ററുകൾ എന്നിവ റോബർ ആവശ്യപ്പെടുകയും ഓരോ ഡിമാൻഡ് നിറവേറ്റുമ്പോഴും ഓരോ ബന്ദിയെ വിട്ടയക്കാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. ആദ്യ ഹെലികോപ്റ്റർ എത്തിയപ്പോൾ വോൾട്ടിലുള്ളവർ പേടിച്ചു വിറച്ചു നിൽക്കുകയായിരുന്നു. ഒരാൾ പേടിച്ച് കാല് ചൊറിഞ്ഞപ്പോൾ മറ്റൊരാൾ പ്രാർത്ഥിച്ചു. കൂട്ടത്തിലെ തടിയനായ മനുഷ്യൻ കരഞ്ഞുകൊണ്ട് വോൾട്ടിലാകെ ഛർദ്ദിച്ച് നാറ്റിച്ചതോടെ നാറ്റത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവരും ചേർന്ന് അയാളെ ആദ്യമേ പുറത്തുവിട്ടു. പിന്നീട് ബസ്സും ബൈക്കും എത്തിയപ്പോൾ അടുത്ത 2 പേരെ വിടാൻ നോക്കിയ റോബറെ ഒരു സുന്ദരി കളിയാക്കി ദേഷ്യം പിടിപ്പിച്ചു. അവൾ കൂടുതൽ പ്രശ്നമുണ്ടാക്കാതിരിക്കാൻ മറ്റു ബന്ദികൾ ചേർന്ന് ആ സുന്ദരിയെയും ഒരു ചുരുണ്ടമുടിക്കാരനെയും പുറത്തേക്ക് വോട്ട് ചെയ്തു വിട്ടു. പുറത്തെത്തിയ അവരെ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ സുന്ദരി മിണ്ടിയില്ലെങ്കിലും ചുരുണ്ടമുടിക്കാരൻ നിർത്താതെ സംസാരിച്ചു. എന്നാൽ അപ്പോഴാണ് അയാളുടെ ചെവിയുടെ പിന്നിൽ വെള്ള പെയിന്റ് പറ്റിയിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ആ സ്ത്രീ അത് തുടച്ചുമാറ്റിയത്.